نبتلي فجعلناه سميعا بصيرا. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവതരിപ്പിക്കുകയാ, തെറിച്ചു വീഴുന്ന ബീജഗണത്തിൽ നിന്ന്, കൂടിച്ചേരുന്ന ബീജഗണത്തിൽ നിന്ന് മനുഷ്യ നിന്നെ നാം സൃഷ്ടിച്ചുവെങ്കിൽ, ഈ ദുനിയാവിലേക്ക് ബൃഹത്തായ ലോകത്തേക്ക് നാം നിന്നെ പരിചയപ്പെടുത്തിയെങ്കിൽ, നബ്തലി അവനെ നാം പരീക്ഷിക്കുന്നതിന് വേണ്ടി മാത്രമാ, അവനെ നാം പരീക്ഷിക്കുന്നതിന് വേണ്ടി മാത്രമാണ്, അവനെ നാം ചോദ്യം ചെയ്യുന്നതിന് വേണ്ടി മാത്രമാണ്. وبلوناهم بالحسنى والسيئة لعلهم يرجعون. നന്മകൾ നൽകിക്കൊണ്ട് നാം നിങ്ങളെ പരീക്ഷിക്കും, നാം അവരെ പരീക്ഷിക്കും. ധന്യതകൾ നൽകിക്കൊണ്ട് നാം അവരെ പരീക്ഷിക്കും, ദാരിദ്ര്യം നൽകിക്കൊണ്ട് നാം അവരെ പരീക്ഷിക്കും. എന്തിനാണ്? പരിശുദ്ധ ഖുർആൻ പറയുകയാ, ലഅല്ലഹും യർജിഊൻ, അവർ അല്ലാഹുവിലേക്ക് ചിന്തിച്ചു മടങ്ങുന്നതിന് വേണ്ടി അത്രേ. പരിശുദ്ധ ഖുർആൻ പല നിലയ്ക്കും അല്ലാഹു പരീക്ഷിക്കും, നല്ലതും മോശവും, ധന്യതയും ദാരിദ്ര്യവും, പട്ടിണിയും നല്ല അവസ്ഥയും, ഇതെല്ലാം തന്നെ അല്ലാഹു പരീക്ഷിക്കും. എന്തിന്? അല്ലാഹു അറിയാൻ, അല്ലാഹുവിനെ മനസ്സിലാക്കാൻ. ദുനിയാവിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്ന പരീക്ഷണങ്ങളുണ്ടല്ലോ, മുസീബത്തുകളുണ്ടല്ലോ, ഈ മുസീബത്ത് കൊണ്ട് അല്ലാഹു ഉദ്ദേശിക്കുന്നത് 5 കാര്യങ്ങളാണ്. ഒന്ന്, ഈ മുസീബത്തിലൂടെ പടച്ച തമ്പുരാൻ ആഗ്രഹിക്കുന്നത് ഈ മനുഷ്യർക്ക്, സൃഷ്ടികൾക്ക് ക്ഷമയുണ്ടോ സബറുണ്ടോ എന്നറിയുന്നതിന് വേണ്ടി പടച്ച തമ്പുരാൻ ഈ പരീക്ഷണങ്ങളെല്ലാം നമ്മുടെ മേലേക്ക് പാരാഭാരം പോലെ അയക്കുകയാണ്. ഒന്നാമത്തെ പോയിന്റ്. പ്രകൃതി ദുരന്തങ്ങളാകട്ടെ, മാരക രോഗങ്ങളാകട്ടെ, പ്രശ്നങ്ങളാകട്ടെ, ഇതിന് അല്ലാഹു സുബ്ഹാനഹു വ തആല എടുത്ത തീരുമാനം എന്നറിയോ? ഇത് ഒന്ന്, സബർ, ക്ഷമയുണ്ടോ ഈ ഉമ്മത്ത്, ഈ എന്റെ ദാസന്മാർ, എന്റെ ദാസിമാർക്ക് ക്ഷമയുണ്ടോ എന്നറിയുന്നതിന് വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പരീക്ഷണങ്ങൾ നൽകുന്നു. ഒന്ന്, നമ്പർ 1. ഖുർആൻ അല്ലാഹു തആല പറയണ ഭാഗം ഏതെല്ലാം നിലയ്ക്കാണ് മനുഷ്യനെ പരീക്ഷിക്കുക, ഏതെല്ലാം നിലയ്ക്കാണ് പരീക്ഷിക്കുക? വലനബലവന്നകും ബിശൈഇൻ മിനൽ ഖൗഫ് വൽജൂഅ് വനഖസിൻ മിനൽ അംവാൽ വൽഅൻഫുസി വസ്സമറാത്ത് وبشر الصابرين. അല്ലാഹുവിന്റെ ദാസന്മാരെ, അല്ലാഹുവിന്റെ ദാസിമാരെ, ഈ ഭൂലോകത്ത് അധിവസിക്കുന്ന നിങ്ങളുടെ സൃഷ്ടാവായ പടച്ച തമ്പുരാൻ പറയുകയാ, വലനബ്ലുവന്നകും, നിങ്ങളെ പരീക്ഷിക്കുക തന്നെ ചെയ്യും, നിങ്ങളെ നിർബന്ധം, തീർച്ച, യാതൊരു സംശയവും വേണ്ട, നിങ്ങളെ നാം പരീക്ഷിക്കുക തന്നെ ചെയ്യും, പരീക്ഷിക്കുക തന്നെ ചെയ്യും. ഏതെല്ലാം അവസ്ഥയിലാണ് നിങ്ങളെ നാം പരീക്ഷിക്കുക? ബിശൈഇൻ മിനൽ ഖൗഫ്, ഭയം നൽകി അല്ലാഹു പരീക്ഷിക്കുമെന്ന് ഖുർആൻ. ബിശൈഇൻ മിനൽ ഖൗഫ് വൽജൂഅ്, പട്ടിണിയും ദാരിദ്ര്യവും നൽകി അല്ലാഹു നമ്മെ പരീക്ഷിക്കുമെന്ന് ഖുർആൻ. വനഖസിൻ മിനൽ അംവാൽ, സാമ്പത്തിക മാന്ദ്യം നൽകി അല്ലാഹു നമ്മെ പരീക്ഷിക്കുമെന്ന് ഖുർആൻ. വൽ അൻഫുസ്, ശാരീരികമായ മാനസികമായ വേദനകൾ നൽകി, മാറാവ്യാധികൾ നൽകി, മാരക രോഗങ്ങൾ നൽകി അല്ലാഹു മാനസികമായി നമ്മെ പരീക്ഷിക്കുമെന്ന് ഖുർആൻ. വസ്സമറാത്ത്, കൃഷികൾ, സമൃദ്ധമായ വിളവുകൾ കൊയ്തെടുക്കാമെന്ന ലാഘവത്തോടുകൂടി ലക്ഷങ്ങൾ കൃഷിക്ക് വേണ്ടി ചെലവ് ചെയ്യുന്നവരെ അല്ലാഹു പറയുകയാണ്, ആ കൃഷികളെ എല്ലാം നശിപ്പിച്ചുകൊണ്ട് നാം നിങ്ങളെ പരീക്ഷിക്കും. ഖുർആൻ ഏതെല്ലാം പരീക്ഷണങ്ങളാണ്?
ഏതെല്ലാം പരീക്ഷണങ്ങളാണ്? ശാരീരികമായി, മാനസികമായി, സാമ്പത്തികമായി മാരകമായ രോഗങ്ങൾ നൽകി നമ്മുടെ കൃഷിസ്ഥലങ്ങളെല്ലാം തകർത്ത് ആലപ്പുഴ ജില്ലയിലെ കുട്ടനാട് മേഖലകളിൽ നമ്മൾ കഴിക്കുന്ന അരി, അവിടെ നിന്ന് കുട്ടനാട് മേഖലകളിൽ നിന്ന് കൊയ്തെടുത്തു കൊണ്ടുവരുന്ന അരി ആ കുട്ടനാട് പ്രദേശങ്ങളെല്ലാം വെള്ളത്തിലാണ്, എല്ലാ വർഷവും നഷ്ടത്തിലാണ്. കാസർഗോഡ് ജില്ലയിലെ പല ഭാഗങ്ങളിലും വെള്ളത്തിലായിപ്പോയി. വെള്ളമില്ലാതെ കൂടുതൽ കഷ്ടപ്പെട്ടു നമ്മൾ. ഇവനീതൻ ഭയങ്കരമായ ചൂടിലും ഈ നാട്ടിൽ വരുമ്പോ ദുആറക്കണേ ഉസ്താദ്, വീട്ടിൽ പോയാൽ കിടക്കാൻ പറ്റൂല, പവർ കട്ട്, എല്ലായിടത്തും പ്രശ്നം, ഫാനുമില്ല, ഒന്നുമില്ല, വല്ലാത്ത കഷ്ടം. വെള്ളമില്ല. എല്ലാവരും ദുആ ചെയ്ത് ഫാത്തിഹ ഓതി മഴ വന്നു. ഇപ്പൊ ഹത്ത ഓതുവാണ് മഴ ഒന്ന് നിൽക്കാൻ വേണ്ടിയിട്ട്. ഇപ്പൊ അങ്ങനത്തെ അവസ്ഥ വരെ എത്തി. അല്ലാഹു തആല മഴ തന്നപ്പോ നമ്മുടെയൊക്കെ ധാരണ ഒന്ന് തീർന്നിട്ടിയാൽ, പ്രത്യേകിച്ച് സംഘാടകരും ഇന്നലെ മുതലേ ദുആറക്കാൻ തുടങ്ങി കാണും. പടച്ചവനെ മഴ നീ പെയ്ത് വെച്ചാൽ 2 ദിവസം പെയ്ക്കല്ല, അല്ലെ 3 ദിവസം പെയ്ക്കരുത്. അതെല്ലാ നാട്ടിലുള്ള സംഘാടകരുടെ ഒരു സ്വഭാവമാണല്ലോ. അപ്പൊ അതുകൊണ്ട് അതല്ല, അള്ളാഹ് തർത്തീബ് ഒരിക്കലും പറയരുത് മഴ നിന്നു പോകട്ടെ എന്ന് പറയാൻ പാടില്ല. അത് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മഴ പെയ്യുമ്പോൾ നമ്മൾ ചെയ്യേണ്ട ദുആ എന്താ? അല്ലാഹുമ്മ സയ്യിബൻ നാഫിഅ, അല്ലാഹുമ്മ ഹവാലൈന വലാ അലൈന, ഹവാലൈന വലാ അലൈന. നമുക്ക് അനുകൂലമായ മഴ താ റബ്ബേ, പ്രതികൂലമാക്കി നീ ഞങ്ങളെ മഴ തന്ന് നശിപ്പിക്കല്ലേ പടച്ചവനെ. അതായിരുന്നു ഹബീബുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെയ്ത ദുആ. ആ ദുആ ആണ് നമുക്ക് വേണ്ടത്. അല്ല വേണ്ടെന്ന് പറയരുത്. ലാ തസുബ്ബു ദഹർ, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ലാ തസുബ്ബു ദഹർ, കാലത്തെ നിങ്ങൾ ചീത്ത വിളിക്കല്ലേ, കാലത്തെ നിങ്ങൾ പരിഹസിക്കല്ലേ, കാലത്തെ ആക്ഷേപിക്കല്ലേ. ചൂടിന്റെ സമയത്ത് എന്തോ ഒരു ചൂടാണ്, കൊടും ചൂടാണ്, ശക്തമായ ചൂടാണ്, വല്ലാത്ത വേനലാണല്ലോ, വല്ലാത്ത കഷ്ടമാണല്ലോ. അല്ലാഹു മഴ തരുമ്പോ ഇത് വല്ലാത്ത മഴയാണല്ലോ, ദുർഘടം പിടിച്ച മഴയാണല്ലോ. റോഡുകൾ നശിച്ചു, നാട് നശിച്ചു, കൃഷികൾ നശിച്ചു, ഇറങ്ങാനേ കഴിയാത്ത ദുരവസ്ഥയാണല്ലോ. ലാ തസുബ്ബു ദഹർ, കാലത്തെ നിങ്ങൾ തെറി പറയരുതേ. ഇന്നമാന ദഹർ, ഞാനാണ് കാലം. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറഞ്ഞതായി നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അണ്ട് കാലത്തെ കുറ്റം, മൂടിഞ്ഞ മഴ, പണ്ടാരം, ഇറങ്ങാൻ പറ്റൂല, എന്താപ്പോ ഈ മഴ, ഇതാരെയാ കുറ്റം പറയുന്നത്? മഴയല്ല, അല്ലാഹുവിനെ. പനി, മാരകമായ രോഗം, പനി. ഓ ഉസ്താദ്, ഒരു മുടിഞ്ഞ പനി പിടിച്ചിട്ട് 2-3 മാസായി. എന്റെ ഔക്കറിച്ച പനി പിടിച്ചിട്ട് ശരീരത്തിന് പാങ്ങില്ല, ഔക്കറിച്ച ആകെ പ്രശ്നം, ഭയങ്കര പ്രശ്നം. അങ്ങനെ വല്ലാത്ത അവസ്ഥയിൽ ഇങ്ങനെ ആളുകൾ പറയും. ലാ തസുബ്ബുൽ ഹുമാ, പനിയെ തെറി പറയല്ലേ, പനിയെ ആക്ഷേപിക്കല്ലേ. ഫഇന്നൽ ഹുമാ മിൻ ഫൈഹി ജഹന്നം കമാ ഖാല റസൂലുള്ളാഹി. നരകത്തിന്റെ ഒരു പുകയാണ്, നരകത്തിന്റെ ഒരു ചൂടാണ്. നമ്മൾ പനിയെ തെറി പറയരുത്, ആക്ഷേപിക്കരുത്. ശരീരത്തിൽ അല്ലാഹു തആല നൽകുന്ന പനിയിലൂടെ ശരീരത്തിന് ഒരുപാട് ഗുണങ്ങളുണ്ട്. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല പരീക്ഷിക്കുന്നത് ഏതെല്ലാം കോലത്തിൽ, ഏതെല്ലാം രീതിയിലാണ് പടച്ചതമ്പുരാൻ നമ്മളെ പരീക്ഷിക്കുന്നത്. നല്ലപോലെ ശ്രദ്ധിച്ച് മനസ്സിലാക്കണം. ഈ പരീക്ഷണം എന്തിനാ? ഒന്ന് സബർ, ക്ഷമ. റമളാൻ മാസത്തിന്റെ മഹത്വം എന്താണ്? ഷഹ്റുസ് സബർ, ക്ഷമയുടെ മാസമാണ് റമളാൻ. ക്ഷമയുടെ മാസം റമളാൻ. ക്ഷമയ്ക്കുള്ള പ്രതിഫലം എന്താ? അത് പറയും, പുറകെ വരും. ശ്രദ്ധിച്ചോളി. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുക്കൽ ജന്ന അഊദു ബിക മിനൻ നാർ. പരിശുദ്ധ ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് ഏതെല്ലാം നിലക്കാണ് പരീക്ഷണം, ആ പരീക്ഷണങ്ങൾ വരുമ്പോൾ എന്ത് ചെയ്യണം, അതിനെല്ലാം ഖുർആൻ ഹദീസ് നമുക്ക് പ്രതിവിധി നൽകുന്നുണ്ട്. നല്ലപോലെ ശ്രദ്ധിക്കുക. അപ്പൊ രോഗം, ഭയം, ശാരീരികമായ വേദന, പീഡനം, പ്രയാസങ്ങൾ, പ്രശ്നങ്ങൾ, സാമ്പത്തിക നഷ്ടം, മാനനഷ്ടം, ഇതെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകുമ്പോൾ നമ്മൾ എന്ത് സമീപനമാണ് സ്വീകരിക്കേണ്ടത്? ഒന്നാമതായി പരീക്ഷണങ്ങൾ അല്ലാഹു നൽകുന്നു. പരിശുദ്ധ ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ഒരു പ്രവാചകനും ഈ ലോകത്ത് വന്നിട്ടില്ല ആ സമുദായത്തെയും അവരെയും പരീക്ഷിച്ചിട്ടല്ലാതെ. പ്രവാചകന്മാർ أم حسبتم أن تدخلوا الجنة ولما يأتكم مثل الذين خلوا من قبلكم
മസ്സത്ഹുമുൽ ബഅസാഉ വല്ലറാ وزلزلوا حتى يقول الرسول والذين آمنوا معه متى نصر الله ألا إن نصر الله قريب. നിങ്ങൾ ധരിക്കുന്നുണ്ടോ, നിങ്ങൾ കരുതുന്നുണ്ടോ, നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ഈ ദുനിയാവിൽ ഒരു പ്രയാസങ്ങളും വിഷമങ്ങളും രോഗങ്ങളും മാനഹാനിയും സംഭവിക്കാതെ ലാഘവത്തോടെ സ്വർഗത്തിൽ കടക്കാമെന്ന് നിങ്ങൾ ധരിക്കുന്നുണ്ടോ? ഇല്ല ഇല്ല, അത് സാധ്യമല്ല. അം ഹസിബതും അൻ തദ്ഖുലുൽ ജന്ന, ലാഘവത്തോടുകൂടി സ്വർഗത്തിൽ കടക്കാമെന്ന ബോധി നിങ്ങൾക്ക് വേണ്ട. അങ്ങനെ നിങ്ങൾ കരുതുന്നുണ്ടോ? നിങ്ങൾ കരുതുന്നുണ്ടോ? വലമ്മാ യാതികും മസലുൽ ലദീന ഖലൗ മിൻ ഖബലികും, നിങ്ങൾക്ക് മുമ്പുള്ള മുൻഗാമികളായ സമൂഹത്തിന് അവർക്ക് നേതൃത്വം നൽകിയ പ്രവാചകന്മാർക്ക് പോലും മസ്സതുഹുമുൽ ബഅസാ വല്ലറാ, ദുഃഖങ്ങളും ദുരിതങ്ങളും അവരെ പിടികൂടുക ചെയ്യുകയും എത്രത്തോളം എന്ന് വെച്ചാൽ വസുൽസിലോ, അവരുടെ പാദങ്ങൾ പോലും കിടുകിടാ വിറപ്പിക്കപ്പെട്ടു പോയി. ഹത്താ യഖൂല റസൂൽ വല്ലദീന ആമനൂ മഅ, അവിടുത്തെ പ്രവാചകരും ആ പ്രവാചകന്റെ അനുയായികളും ഒന്നടങ്കം പ്രവാചകനോട് പോലും ചോദിക്കുകയാണ്, പ്രവാചകനടക്കം അല്ലാഹുവിനോട് ചോദിക്കുകയാണ്, മതാ നസ്റുല്ലാഹ്, ദുഃഖങ്ങളും ദുരിതങ്ങളും പ്രയാസങ്ങളും മാനഹാനിയും രോഗങ്ങളും ബുദ്ധിമുട്ടും അവരെ വല്ലാണ്ട് അലട്ടിയപ്പോ അവരൊന്നടങ്കം അല്ലാഹുവിനോട് ചോദിക്കുകയാണ്, പറയുകയാണ്, പടച്ചവനെ നിന്റെ സഹായം എപ്പോഴാണ് അല്ലാഹ്, മതാ നസ്റുല്ലാഹ്, അല്ലാഹുവിന്റെ സഹായം എപ്പോഴാണ്? അല്ലാഹ് നീ ഞങ്ങളെ ഈ ദുരിത കയത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുന്നത് എപ്പോഴാണ്? അലാ ഇന്ന നസ്റല്ലാഹി ഖരീബ്. ദുഃഖിക്കരുതേ, പ്രയാസപ്പെടരുതേ. രോഗികളെ, മാനഹാനി സംഭവിച്ചവരെ, സാമ്പത്തിക നഷ്ടം സംഭവിച്ചവരെ, ദുഃഖത്താലും പ്രയാസത്താലും നിങ്ങൾ തളർന്നു പോകരുതേ. ഇതാ ഇതാ അല്ലാഹുവിന്റെ സഹായം അടുത്തുണ്ട്, ഉടനെ ലഭ്യമാകും. ദുഃഖിക്കരുത്, പ്രയാസപ്പെടരുത്. മുൻഗാമികൾക്കൊക്കെ ഈ പ്രയാസം ഉണ്ടായിട്ടുണ്ട്, അള്ളാഹു നമ്മളെ അറിയിക്കുകയാണ്. മുൻഗാമികൾക്കൊക്കെ ഉണ്ട്. ഒരു പ്രവാചകന്മാർക്ക് ഇത് ഉണ്ടാകാതെ വന്നിട്ടില്ല, പോയിട്ടില്ല. അപ്പൊ എന്ത് ചെയ്യണം? നീ ആയത്തുകൾ ഓതിക്കൊണ്ടിരുന്ന അടുത്ത വിഷയത്തിൽ കിടക്കാൻ പറ്റൂല. അപ്പൊ ഈ പ്രയാസങ്ങളുണ്ട് എന്ന് പരിശുദ്ധ ഖുർആൻ അവതരിപ്പിക്കുന്ന പല ഭാഗങ്ങളുടെ എന്ത് ചെയ്യണം അല്ലാഹ് പറയുന്നു. എന്ത് ചെയ്യണം? ഒന്നാമത് നമ്മുടെ ഈ പ്രശ്നം സബർ, സബർ, സബറിനെ പരീക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്. വബശ്ശിരിസ് സാബിരീൻ, സന്തോഷ വർത്തമാനം അറിയിക്കും. ക്ഷമയുള്ളവർക്ക് നബിയെ, ക്ഷമയുള്ളവർക്ക് നബിയെ സന്തോഷ വർത്തമാനം അറിയിക്കും. അപ്പൊ ഈ പ്രയാസങ്ങൾ വരുമ്പോ അള്ളാഹു നമ്മളെ ക്ഷമയുണ്ടോ എന്ന് പരീക്ഷിക്കുകയാണ്. ഈ ബുദ്ധിമുട്ട് വരുമ്പോ നമ്പർ 1 ക്ഷമയുണ്ടോ എന്ന് പരീക്ഷിക്കാൻ, ക്ഷമയുണ്ടോ എന്ന് പരീക്ഷിക്കാൻ. അതിന് അള്ളാഹു തആല നബി തങ്ങളെ കൊണ്ട് പറയുകയാണ്, നബിയെ ഇത്രയും പ്രയാസങ്ങളും വിഷമങ്ങളൊക്കെ ഉള്ളവരോട് ഒന്ന് പറഞ്ഞുകൂടെ? വബശ്ശിരിസ് സാബിരീൻ, ക്ഷമ കൊണ്ട്, സബർ കൊണ്ട് സന്തോഷ വർത്തമാനം അറിയിക്കൂ നബിയെ, സന്തോഷ വർത്തമാനം അറിയിക്കും. ഈ ബുദ്ധിമുട്ടും പ്രയാസങ്ങളും വരുമ്പോ എന്ത് ചെയ്യണം? എന്ത് ചെയ്യണം? അല്ലാഹ് പറയുന്നു. ആർക്കാണ് ക്ഷമ? ആർക്കാണ് സന്തോഷ വർത്തമാനം? അല്ലദീന ഇദാ അസാബതുഹും മുസീബ ഖാലൂ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ
ഒരു മുസീബത്ത് വരുമ്പോ, ഒരിടങ്ങേറ് വരുമ്പോ, ഒരു പ്രയാസം വരുമ്പോ, ഒരു വിഷമം വരുമ്പോ, മനോദുഃഖം വരുമ്പോ, മരണം സംഭവിക്കുമ്പോ, മാരകമായ രോഗങ്ങൾ പിടിപെടുമ്പോ ആരൊരാള് ഈ ഒരു വാക്ക് പറയുന്നുവോ അവർക്ക് സന്തോഷ വർത്തമാനം അറിയിക്കോ നബിയേ. ഇന്നാ ലില്ലാഹ്, നാം അല്ലാഹുവിന് വേണ്ടിയുള്ളവരാണ്, അല്ലാഹുവിന്റെ ദാസന്മാരാണ്. വഇന്നാ ഇലൈഹി റാജിഊൻ. എത്രത്തോളം പരീക്ഷണങ്ങൾ നമുക്ക് നേരിട്ടാലും നമ്മൾ അവനിലേക്കാണ് മടങ്ങുക, അവനിലേക്കാണ് മടങ്ങുക. അതുകൊണ്ട് ആ പരീക്ഷണങ്ങൾ അല്ലാഹു നമുക്ക് നൽകുന്നത് അവർക്ക് ക്ഷമയുണ്ടോ എന്നറിയുന്നതിന് വേണ്ടി അത്രേ. ഇങ്ങനെ ക്ഷമിച്ചാൽ അവർക്കുണ്ടാകുന്ന, ഇങ്ങനെ പറഞ്ഞാൽ അവർക്കുണ്ടാകുന്ന ഗുണം എന്താ? ഒരു ബുദ്ധിമുട്ടോ പ്രയാസങ്ങളോ വിഷമങ്ങളോ, കൃഷി നശിക്കുന്നു, കട കത്തിപ്പോയി, നമ്മുടെ കുടുംബത്തിൽ ഒരാൾ മരിച്ചുപോയി, ഇങ്ങനെയുള്ള പ്രയാസങ്ങൾ പ്രശ്നങ്ങൾ വരുമ്പോ നമ്മൾ ക്ഷമിച്ചാൽ എന്താണ് പുണ്യം? എന്താണ് പുണ്യം? ഉലൈക അലൈഹിം സ്വലവാതും മിർ റബ്ബിഹിം വറഹ്മ വഉലൈക ഹുമുൽ മുഹ്തദൂൻ. അല്ലാഹുവിന്റെ ഭാഗത്ത് നിന്ന് അവർക്ക് റഹ്മത്തുണ്ട്, റഹ്മത്തുണ്ട്. വമഅനാഹു അൽ മഗ്ഫിറ. റഹ്മത്ത് എന്ന് പറഞ്ഞാൽ അവർക്ക് പാപമോചനമാണ്. ആരൊരാൾ ക്ഷമിക്കുന്നുവോ, ആരൊരാൾ പൊറുക്കുന്നുവോ, ആരൊരാൾ സഹിക്കുന്നുവോ, ഉലൈക ലഹും മഗ്ഫിറ. അവർക്ക് അല്ലാഹുവിന്റെ ഭാഗത്ത് നിന്നുമുള്ള പാപമോചനമുണ്ടത്രേ. ഉലൈക അലൈഹിം മിർ റബ്ബിഹിം വറഹ്മ. രണ്ട് കാര്യങ്ങളാണ്. ഒന്ന് സലവാത്ത്. സലവാത്ത് മഅനാഹു മഗ്ഫിറ, മഗ്ഫിറ, മഗ്ഫിറ. വറഹ്മത്ത് മഅനാഹു അൽ ഇഹ്സാൻ, ഇഹ്സാൻ. അല്ലാഹു അവർക്ക് ഉപകാരം ചെയ്തു കൊടുക്കും. അല്ലാഹു അവരെ സഹായിക്കും, ഉപകാരം ചെയ്തു കൊടുക്കും. മാത്രല്ല ഉലൈക ഹുമുൽ മുഹ്തദൂൻ. അവർ സന്മാർഗ സച്ചരിതരാണ്, അവർ അല്ലാഹുവിന്റെ ഇഷ്ടദാസന്മാരാണ്, മുസീബത്തിൽ ക്ഷമിക്കുന്നവർ. ബഹുമാനപ്പെട്ട നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മർറ ബിഖബരിൻ, ഒരു ഖബറിന്റെ ഓരത്തുകൂടെ നടന്നു പോവുകയാ. അല്ലാഹുവിന്റെ റസൂൽ നടന്നു പോകുമ്പോ ഹബീബായ തങ്ങൾ കാണുന്നു, തബ്കീ ഇൻദ ഖബരിൻ അലാ ഇബ്നില്ലഹാ ബിംറാത്തിൻ. ഒരു പെണ്ണിന്റെ സമീപത്ത് കൂടി അല്ലാഹുവിന്റെ റസൂൽ കടന്നു പോകുമ്പോ തബ്കീ ഇൻദ ഖബരിൻ അലാ ഇബ്നില്ലഹാ. ആ പെണ്ണിന്റെ, ആ സഹോദരിയുടെ മകൻ മരിച്ചുപോയി. ആ മകൻ മരണപ്പെട്ടു പോയതിന്റെ ആഘാതത്താൽ, ദുഃഖത്താൽ, വിഷമത്താൽ, ഖേദത്താൽ ഖബറിന്റെ ഓരത്ത് നിന്ന് പൊട്ടിക്കരയുന്ന സഹോദരി അല്ലാഹുവിന്റെ റസൂൽ കണ്ടപ്പോ ഹബീബായ തങ്ങൾ ആ സഹോദരിയോട് പറയുകയാ, യാ അമത്തല്ലാഹ് ഇത്തഖില്ലാഹ വസ്ബിരി. അല്ലാഹുവിന്റെ ദാസിയേ, അല്ലാഹുവിന്റെ ദാസിയേ, അല്ലാഹുവിന്റെ ദാസിയേ, നീ അല്ലാഹുവിനെ ഭയപ്പെടണമേ പെണ്ണേ. വസ്ബിരി, നീ ക്ഷമിക്കണേ, ക്ഷമിക്കണേ. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, തന്റെ മകൾ മരിച്ചുപോയി, ആ വിഷമത്തിൽ ഒന്ന് ഖബറെടുക്കുന്ന ഇങ്ങനെ കരയാ. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ക്ഷമിക്ക്, ക്ഷമിക്ക്, അല്ലാഹുവെ ഭയപ്പെട്. അവർക്ക് അത് ഇഷ്ടപ്പെട്ടില്ല, ആ പെണ്ണുങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല. കാലത്ത് ആ സഹോദരി പറയുകയാണ്, ഇലൈക അന്നി, ഇലൈക അന്നി ഇന്നക ലം തുസബ് ബിമുസീബതി. മര്യാദയ്ക്ക് പോയിക്കോ, അവിടുന്ന് വിട്ടിട്ട്. ഞാൻ എന്റെ പ്രയാസവും വിഷമവും കൊണ്ട് ഞാൻ എന്റെ മകൻ പോയ വിഷമത്താല് ദുഃഖത്താല് കരയുന്നു, ഇയാൾ എന്നെ സമാധാനിപ്പിക്കാൻ വിട്ടോ, വണ്ടി വിട്ടോളാൻ പറഞ്ഞു, ഭയപ്പെടുത്തിയിട്ട്. വലം തകുൻ തഅരിഫുർ റസൂൽ. ആ സഹോദരി അല്ലാഹുവിന്റെ റസൂലാണെന്നറിഞ്ഞില്ല. വമർറ ഫളൽ ഇബ്നുൽ അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു. അല്ലാഹുവിന്റെ റസൂൽ അവിടം വിട്ടു പോയപ്പോ ഫളൽ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ആ സഹോദരിയുടെ സമീപത്ത് കൂടെ നടന്നുപോയി. ആ സഹോദരിയോട് ചോദിച്ചു, അലം തകുൻ തഅരിഫുൻ നബിയ, നീ അറിഞ്ഞില്ലയോ അത് നബിയാണെന്ന കാര്യം? അല്ലാഹുവിന്റെ
റസൂലാണ് നിന്നോട് പറഞ്ഞത് ഇത്തഖില്ലാ വസ്ബിരി എന്ന് പറഞ്ഞത് ലോകത്തിന്റെ പുത്രനാണ്, ലോകത്തിന്റെ നായകനാണ്, ലോകത്തിന്റെ കെടാവിളക്കായ മുഹമ്മദ് മുസ്തഫ തങ്ങളാണ് നിന്നോട് പറഞ്ഞത്. ഉടനെ ആ മാതാവ് ഹൃദയത്തുടിപ്പോടെ വേദനയോടെ ഇലാ ഹദറത്തി റസൂലില്ലാഹ്, ഹൃദയത്തിന്റെ തുടിപ്പോടെ ഹൃദയവേദനയോടെ അത്തത്തിൻ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലമ, അല്ലാഹുവിന്റെ റസൂലിന്റെ സവിധത്തിലേക്ക് വന്നപ്പോ ഫലം തജിദ് ബവാബീൻ, നബിയുനാ റസൂലുള്ളാഹി തങ്ങളുടെ വീടിന്റെ മുറ്റത്ത് ഒരൊറ്റ പാറാവുകാരും ഉണ്ടായിരുന്നില്ല. നബി തങ്ങളോട് പറഞ്ഞു, നബിയേ എനിക്ക് മാപ്പാക്കണം നബിയേ, ഞാൻ അങ്ങേ അറിഞ്ഞിരുന്നില്ല ഹബീബേ, അങ്ങ് റസൂലാണ്, അങ്ങ് നബിയാണെന്ന കാര്യം ഞാൻ അറിഞ്ഞില്ല നബിയേ, എന്നോട് മാപ്പാക്കണേ യാ റസൂലല്ലാഹ് എന്നാ മഹദിയായ സഹാബത്ത് പെണ്ണ് പറഞ്ഞപ്പോ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞതെന്തെന്നറിയുമോ? ഇന്നമസ് സബ്റു ഇൻദ സദമത്തിൽ ഊലാ, ഒരു പ്രശ്നം ഉണ്ടാകുമ്പോ, ഒരു പ്രയാസം ഉണ്ടാകുമ്പോ ആദ്യ പ്രാരംഭ ഘട്ടത്തിലാണ് ക്ഷമിക്കേണ്ടത്. പിന്നീട് വന്നിട്ട് ക്ഷമിക്കണേ പൊറുക്കണേ എന്ന് പറഞ്ഞിട്ടൊന്നും അതിന് കൂലിയില്ല. ഫസ്റ്റ് എയ്ഡ് ബോക്സ് ബസ്സിൽ ഫിറ്റ് ചെയ്യുന്നത് എന്തിനാ? വണ്ടി ഇടിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് അവിടെ ഒക്കെ മുട്ടിയാൽ ഫസ്റ്റ് എയ്ഡ് അത് ഇങ്ങനെ ചെയ്യണം. ആദ്യത്തെ ക്ലിയർ ആണ്, ആദ്യമായിട്ടുള്ള ആ ഒരു ചികിത്സയാണ്. അപ്പൊ ഒരു വിഷമം വരുമ്പോ, ഒരു പ്രയാസം വരുമ്പോ ആദ്യമായിട്ട് അത് ക്ഷമിക്കണം. അസ്സബ്റു ഇൻദ സദമത്തിൽ ഊല, ആദ്യത്തെ ക്ഷമ, അതിനാണ് അല്ലാഹ് ആദ്യത്തെ പ്രഹരമേൽക്കുമ്പോഴുണ്ടാകുന്ന ആ വേദനയ്ക്ക് ക്ഷമിക്കലാണ് കൂലി എന്ന് നബിയുനാ റസൂലുള്ളാഹി തങ്ങൾ ആ സഹോദരിയെ പറഞ്ഞു മനസ്സിലാക്കി കൊടുത്തു. എന്നിട്ട് നബി തങ്ങൾ അവർക്ക് വേണ്ടി ദുആ ചെയ്തു, പൊറുക്കലിനെ തേടി. അത് ഹദീസിലുണ്ട്. പക്ഷെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞെന്താ? ബുദ്ധിമുട്ടും പ്രയാസം വരുമ്പോ ഞങ്ങൾ ക്ഷമിക്കണം. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ലോകത്തുള്ള മുസ്ലിം മക്കളോട് വിളിച്ചു പറയുകയാണ്, ഇദാ അസാബ അഹദകും മുസീബ. നല്ലപോലെ ശ്രദ്ധിച്ചോളി ഹദീസ്, നല്ലപോലെ ശ്രദ്ധിച്ചോളി. നമുക്കൊക്കെ മുസീബത്ത് പ്രയാസങ്ങൾ വരുമ്പോ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, ഇദാ അസാബ അഹദകും മുസീബ ഫൽയദ്കുർ മുസീബതഹു ഫിയാ ഫഇന്നഹാ മിൻ അഅ്ളമിൽ മസായിബ്. നിങ്ങൾക്ക് നിങ്ങളുടെ ശാരീരികമായി, മാനസികമായി, സാമ്പത്തികമായി, കുടുംബപരമായി, കൃഷി സംബന്ധമായി നിങ്ങളേൽക്കുന്ന ഓരോ ബുദ്ധിമുട്ടുകളുണ്ടല്ലോ, പ്രയാസങ്ങളുണ്ടല്ലോ, ആ പ്രയാസങ്ങൾ നിങ്ങളെ അലട്ടുമ്പോ ഫൽയദ്കുർ മുസീബതഹു ഫിയാ, എന്റെ മുസീബത്തിനെ, നിങ്ങളുടെ പ്രവാചകനായ എനിക്ക് ഏർപ്പെട്ട മുസീബത്തിനെ, അതല്ലെങ്കിൽ എന്റെ മരണത്തെ നിങ്ങൾ ഓർക്കണേ, ഓർക്കണേ. ഫഇന്നഹാ മിൻ അഅ്ളമിൽ മസായിബ്, ലോകത്തുള്ള സകലമാന മുസീബത്തുകളെക്കാൾ, വേദനകളെക്കാൾ, നഷ്ടത്തെക്കാൾ ഏറ്റവും വലിയ നഷ്ടമാണ് ഞാൻ ഈ ലോകത്ത് നിന്ന് വിട പറയുന്നത്. ആ നഷ്ടം നിങ്ങൾ ഓർത്തുകൊള്ളണേ, ഓർത്തുകൊള്ളണേ. നിങ്ങളുടെ ജീവിതത്തിലെ നഷ്ടത്തിന്റെ പരിഹാരം എന്റെ നഷ്ടമാണ്, എന്റെ നഷ്ടമാണ്. നബിയുനാ റസൂലുള്ളാഹി. അതിനേക്കാൾ വലിയ നഷ്ടമുണ്ടോ? ഹബീബ റസൂൽ തങ്ങൾ പോയ രംഗത്തെ കുറിച്ച് എന്താ ആ രംഗമൊന്നും ഞാൻ പറയുന്നില്ല, അങ്ങോട്ട് പോയാൽ പിന്നെ അത് പറയണം. വല്ലാത്ത നമ്മൾ അനുഭവിക്കുന്ന പോലുള്ള വേദന ആയിരുന്നില്ല നബി തങ്ങൾ അനുഭവിച്ചത്. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു പറയുകയാ, ദഖൽതു അലൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂലിന്റെ സവിധത്തിലേക്ക് ഞാൻ കടന്നപ്പോ ഹബീബായ റസൂലുള്ളാഹി തങ്ങൾക്ക് കഠിനമായ വേദന അനുഭവപ്പെടുകയാണ്. അഖദത്ത് വല്ലാത്ത വേദനയുടെ തുടക്കം, വല്ലാത്ത ബുദ്ധിമുട്ടിന്റെ പ്രയാസത്തിന്റെ തുടക്കം. ഞാൻ അല്ലാഹുവിന്റെ റസൂലിന്റെ സവിധത്തിലേക്ക് പോയിട്ട് ഫമസസ്തുഹു, നബിയെ ഞാനൊന്ന് തൊട്ടുപോയി. ബുദ്ധിമുട്ടും പ്രയാസവും രോഗവും അനുഭവിച്ചു കിടക്കുന്നവരെ നമ്മളൊന്ന് തൊടാൻ പോകുമ്പോ വല്ലാത്ത വേദനയാണ് എന്ന് പറഞ്ഞ ഒരു സമാധാനത്തിന് വേണ്ടി, ഒരു സാന്ത്വനത്തിന് വേണ്ടി ഒന്ന് കൈകൊണ്ടൊന്ന് തടവുന്നത് പോലെ ഞാൻ അല്ലാഹുവിന്റെ റസൂലിന്റെ ശരീരത്തിൽ ഒന്ന് മെല്ലെ ഒന്ന് തടവിക്കൊടുത്തു. ഫമസസ്തുഹു, എന്നിട്ട് ഞാൻ പറഞ്ഞു, ഖുൽതു, നബിയേ അങ്ങ് വല്ലാത്ത വേദനയല്ലേ അനുഭവിക്കുന്നത് ഹബീബേ?
ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു ഇന്നി ഊഅകൂ വഅകൻ ഷദീദാ. ബഹുമാനപ്പെട്ട ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിനോട് അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ഇബ്നു മസ്ഊദേ, ഞാൻ അനുഭവിക്കുന്ന വേദനയുണ്ടല്ലോ, നിങ്ങളിൽപ്പെട്ട രണ്ടുപേരും മരിക്കുമ്പോഴുണ്ടാകുന്ന വേദനയാണ് ഞാൻ അനുഭവിക്കുന്നതെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു. നമ്മൾ അനുഭവിക്കുന്ന രണ്ടുപേരനുഭവിക്കുന്ന മരണവേദനയാണ് ഞാൻ അനുഭവിക്കുന്നത്. ഉടനെ ബഹുമാനപ്പെട്ട ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ചോദിക്കുകയാണ്, പറയുകയാണ്, ഇന്നലക അജ്റൈൻ, നബിയെ അങ്ങേക്ക് രണ്ട് കൂലി ലഭിക്കൂലേ നബിയേ? രണ്ടുപേരുടെ മരണവേദനയാണ് നബിതങ്ങൾ അനുഭവിക്കുന്നതെങ്കിൽ എന്ത് മുസീബത്തായിരിക്കും അല്ലേ? അത് ഞാൻ അങ്ങോട്ട് പറയുന്നത് മരണം, നബിയുടെ വഫാത്ത്, അത് വേറെ വിഷയം. ഞാൻ പറഞ്ഞതിനാ നബിതങ്ങൾ അനുഭവിച്ച വേദന. അപ്പൊ അങ്ങക്കൊരു മുസീബത്ത്, നമുക്കൊരു വേദനയോ ശരീരത്തിന് വേദനയോ ബുദ്ധിമുട്ടോ പ്രയാസങ്ങളോ വന്നാൽ നമ്മൾ പെട്ടെന്ന് ചിന്തിക്കേണ്ടത് ആരെയാ? എൻ്റെ ഹബീബായ തങ്ങൾ അനുഭവിച്ച ആ വേദന അത്രയൊന്നും ഞാൻ അനുഭവിക്കുന്നില്ല. നബിതങ്ങൾ അനുഭവിച്ച മുസീബത്ത് വല്ലാത്ത മുസീബത്തായിരുന്നില്ലേ തൻ്റെ ജീവിതത്തിൽ അല്ലാഹുവിന്റെ റസൂൽ അനുഭവിച്ചത് സല്ലല്ലാഹു അലൈഹി വസല്ലം? സുജൂദിൽ കിടന്ന ഒട്ടകത്തിന്റെ മാലയെടുത്തിട്ടത്, ഷേബ് അബി താലിബിൽ 2-3 വർഷം ഉപരോധത്തിൽ കഴിഞ്ഞുകൂടിയത്, അല്ലാഹുവിന്റെ റസൂലിനെ പട്ടിണി കിട്ടത്, കല്ലെറിഞ്ഞത്, നബിതങ്ങളെ അടിച്ചത്, നബിതങ്ങളുടെ പല്ലടിച്ചു ഒഴിപ്പിച്ചത്, എത്ര വേദന ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അനുഭവിച്ചു. അവസാനം ഈ ലോകത്ത് നിന്ന് വിട പറയുമ്പോൾ രണ്ടുപേരുടെ മരണകപ്രാളമാണ് ഹബീബായ തങ്ങൾ അനുഭവിച്ചതെങ്കിൽ, ഹേ സ്വഹാബത്തെ, നിങ്ങൾക്കൊരു ബുദ്ധിമുട്ട് വരുമ്പോൾ നിങ്ങൾ എൻ്റെ വിഷമം ഓർത്താൽ മതി, എൻ്റെ പ്രയാസം ഓർത്താൽ മതി. മനസ്സിലായില്ലേ? നമ്മൾ ദുഃഖിക്കേണ്ടതില്ല, ഒന്നുമില്ല, നമുക്കൊരു പ്രയാസമില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോ ഈ രോഗങ്ങളും ഈ പ്രകൃതി ദുരന്തങ്ങളും ഇത് നമുക്ക് അല്ലാഹു നൽകുന്നതിന്റെ ഒന്നാമത് എന്തിനാണ് അത് തരുന്നത്? സബർ, ക്ഷമയുണ്ടോ എന്നറിയാൻ വേണ്ടി. നമ്പർ 1 തൽക്കാലം അവിടെ നിൽക്കട്ടെ. അടുത്ത നമ്പർ 2ലേക്ക് വാ. മനുഷ്യൻ ബലഹീനനാണ് എന്ന് മനസ്സിലാക്കാനാണ് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഈ പരീക്ഷണങ്ങളെല്ലാം തരുന്നത്. മനുഷ്യൻ ബലഹീനനാണ്. പരീക്ഷണങ്ങൾ തരുമ്പോ എല്ലാം പോയില്ലേ, തകർന്നില്ലേ? അതുവരെയ്ക്ക് ആരാ? അതുവരെയ്ക്ക് അവക്കുറിച്ച് ആരാ? എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വന്ന പ്രയാസം വന്നു പോയാലും പിന്നെന്തായി? എല്ലാം പോയി, തകർന്നില്ലേ? ഖുലിഖൽ ഇൻസാനു ളഈഫാ. അല്ലാഹു മനുഷ്യനെ സൃഷ്ടിച്ചത് ബലഹീനനായിട്ടാണ്. അല്ലാഹു അല്ലദീ ഖലഖകും മിൻ ളഅഫിൻ ثم جعل من بعد ضعف قوة ثم جعل من بعد قوة ضعفا وشيبا. മനുഷ്യനെ അല്ലാഹു സൃഷ്ടിച്ചത് രണ്ട് ബലഹീനതകളുടെ ഇടയിലാണ്. ഈ രണ്ട് ബലഹീനതയുടെ ഇടയിൽ കിടന്ന് അഹങ്കരിക്കല്ലേ മനുഷ്യ, അഹങ്കരിക്കല്ലേ. അങ്ങനെ നീ അഹങ്കരിക്കുമ്പോ അല്ലാഹുവിന്റെ പരീക്ഷണമാണ് നിന്നിലേക്ക് ഇറക്കുക. ഒന്നാമത് ഉമ്മാന്റെ ഗർഭാശയത്തിൽ നിന്ന് നീ പുറത്തേക്ക് വരുമ്പോ നീ ബലഹീനനാണ്. ഒരാളുടെ സഹായമില്ലാതെ കഴിക്കാൻ സാധ്യമല്ല, ചിരിക്കാൻ സാധ്യമല്ല, ജീവിക്കാൻ സാധ്യമല്ല. ഒരു ഉമ്മാന്റെ ഒക്കത്ത് വെച്ച് പാല് കുടിക്കാതിരുന്നാൽ നിന്റെ കരച്ചിൽ വല്ലാത്ത കരച്ചിലായിരിക്കും, നിന്റെ തേങ്ങൽ വല്ലാത്ത തേങ്ങലായിരിക്കും. അപ്പോ നിന്റെ ഉമ്മയെടുത്ത് നിനക്ക് ഉമ്മാന്റെ മാറിടത്തിലേക്ക് നിന്റെ വായു കൊണ്ട് കൂട്ടിയിണക്കുമ്പോ നിന്റെ ദുഃഖവും പ്രയാസങ്ങളും മാറുന്നുവെങ്കിൽ ആ ഉമ്മാന്റെ തണലില്ലാതെ മനുഷ്യ നിനക്ക് ജീവിക്കാൻ കഴിയില്ല എന്ന് ഖുർആൻ. അല്ലാഹു ഖലഖകും മിൻ ളുഅഫ്. അതിന്റെ വേറെ ഒരുപാട് അതീതുണ്ട്. അങ്ങനെ പോയ അങ്ങനെ അങ്ങോട്ട് പോകും വണ്ടി. ഈ വിഷയം ഇന്ന് തീർക്കണം, ഇന്ന് തീരൂല. ഇന്ന് തീർത്തിട്ട് നാളെ വേറെ തൗബ, ഭയങ്കര വിഷയം. അത് 5 ദിവസം പറയേണ്ട വിഷയമാണ്. അത് നാളെ ഒറ്റ ദിവസം കൊണ്ട് തീർക്കണം. അവ എന്താ സംഭവിച്ചത്? എന്താ പറഞ്ഞത്? അല്ലേ? കുഞ്ഞിനെടുത്താൽ കൊച്ചു കുഞ്ഞിനെടുത്താൽ 2 വയസ്സ്, 5 വയസ്സായി, 3 വയസ്സായി, 6 വയസ്സായി, 7 വയസ്സായി. ഒരാൾ സഹായം വേണ്ടേ? ഒരു സഹായം വേണ്ടേ സഹോദരങ്ങളെ? എന്തപ്പ എല്ലാവർക്കും ഉറക്കം വരുന്നോ? എന്താ പൊന്നെ, വക്കറ്റൂര് വന്നാലേ നിങ്ങളുടെ ഉറക്കം മാറുള്ളൂ. നിങ്ങളൊന്നും നല്ലപോലെ ശ്രദ്ധിക്കും. പെട്ടെന്ന് നമുക്ക് പെട്ടെന്ന് 12:30 ആകുമ്പോൾ നിർത്താം ഇൻഷാ അല്ലാഹ്. ബാങ്ക് വിളിക്കുമ്പോൾ നമുക്ക് നിർത്താം, വിഷയം തീരട്ടെ. അപ്പൊ നമുക്കൊരു നമ്മളൊരു ളുഅഫ്, ആദ്യം തുടക്കത്തിലൊരു ളുഅഫ്, ബലഹീനരായി, ആരുടെ സഹായം ഇല്ല. പിന്നെ അല്ലാഹ് കുറച്ച് ആളത്തേക്ക് മാഷാ അല്ലാഹ് ജിംനേഷ്യത്തിലൊക്കെ പോയിട്ട് അവൻ ഇങ്ങനെ എടുത്തിട്ട് എന്താപ്പാ പവർ,
അവൻ ഇങ്ങനെ കൈയൊക്കെ കാണിച്ചിട്ട് ആ ബൈക്കിനകത്തൊക്കെ ഇങ്ങനെ പൊങ്ങി ഇസ്രാ മിറാജിന് പോകുന്ന പോലെ ഇരുന്നിട്ട് അവൻ പോവാ. ബൈക്കിലൊക്കെ പോകുന്നത് എങ്ങോട്ട് കണ്ടു കഴിഞ്ഞാല് ഇവനെ കഴിഞ്ഞാരാ പൂവത്ത് അവൻ അള്ളാഹു കുറച്ച് ശക്തി കൊടുത്തു, കുറച്ച് നല്ല ആരോഗ്യം കൊടുത്തപ്പോഴാണ് ഈ ചങ്ങാതി എല്ലാം മറന്നു പോകുന്നത്. പിന്നുണ്ടാകുന്ന ആ വിഷമങ്ങളെല്ലാം മറന്നു. പിന്നീട് അല്ലാഹു നമുക്ക് നൽകുന്നത് രണ്ട് ഘട്ടങ്ങളാണ്. ആദ്യത്തെയും രണ്ടാമത്തെയും ഘട്ടം കഴിഞ്ഞ് മൂന്നാമത്തെ ഘട്ടമാണ്. ഒന്ന്, അവൻ ബലഹീനനായി പോകുന്നു. രണ്ട്, അവൻ അശക്തനായി വയസ്സനായി നരച്ചു പോകുന്നു. നേരത്തെ കുഞ്ഞായിരുന്നു, എല്ലാരും എടുത്തു ഒരു ചുംബനം കൊടുക്കും, ഒരു ഉമ്മ, ഒരു സന്തോഷം. ലാസ്റ്റ് ഘട്ടം എത്തിയപ്പോഴെന്താ? ഒന്നാമത് നരച്ച് വടി വേണം, ആരെല്ലാം പിടിച്ചോണ്ട് പോകണം. രണ്ടാമത് രോഗം പിടിപെട്ട് ലൈഫായി വീൽ ചെയറിൽ പോകണം, ആരുടെയെങ്കിലും സഹായം ഇല്ലാതെ പോകണം. ഈ മനുഷ്യൻ ആരായിരുന്നു ഒരു സമയത്ത്? ഇപ്പൊ ഏതവസ്ഥയിലെത്തി? ഇന്ന് നമ്മുടെ ആശുപത്രിയിലൊക്കെ പോയി നോക്ക്, വയസ്സരായവർക്ക് ബൈസ്റ്റാൻഡായിട്ട് നിൽക്കുമ്പോൾ ഒരാൾ താങ്ങാൻ, ഒരാൾ പിടിക്കാൻ, ഇതൊക്കെ നിൽക്കുന്ന എന്താ? അവന്റെ രണ്ട് കാലഘട്ടം കഴിഞ്ഞു, രണ്ട് ഘട്ടം അവന്റെ കഴിഞ്ഞു. ഒന്ന് ചെറുപ്പം, ഒന്ന് അവന്റെ ശൈശവം, പിന്നെ യൗവനം, അവന്റെ കൗമാരം, ഇതെല്ലാം കഴിഞ്ഞ് അവന് നല്ലൊരു അവസ്ഥ ഉണ്ടായിരുന്നു. അതെല്ലാം കഴിഞ്ഞ അവസാനം അവൻ മരിക്കാറായി. അവൻ അവസാന ഘട്ടത്തിലെത്തിയപ്പോൾ അവന് മറ്റുള്ളവരുടെ സഹായം വേണം. ആദ്യത്തേതുപോലെ തന്നെ ആദ്യം ഉമ്മ മാത്രം മതിയായിരുന്നു, ഇപ്പൊ ഉമ്മ മാത്രം പോരാ, ഇപ്പൊ 2 പേര് വേണം, 3 പേര് വേണം സഹായത്തിന്. ഖുർആൻ അപ്പൊ മനുഷ്യനൊന്നും അല്ല എന്നാണ് അതിന്റെ അർത്ഥം. അതുകൊണ്ടാണ് പരിശുദ്ധ ഇസ്ലാം അല്ലാഹു തആല ഈ ഖുർആനിലൂടെ ഈ മുസീബത്തുകളും ഈ രോഗങ്ങളും തന്നിട്ട് മനുഷ്യനെ പരീക്ഷിക്കുന്നത് എന്തിനാണ്? നീ ഒന്നുമല്ല. വമാ അൻതും ബിമുഅ്ജിസീന ഫിൽ അർദ് വമാ ലകും മിൻ ദൂനില്ലാഹി മിൻ വലിയ്യിൻ വലാ നസീർ.